ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് മൈൻക്രാഫ്റ്റ് കളിക്കണേ, എന്നാലും കുറച്ച് വീഡിയോ ഒക്കെ കണ്ടിട്ട് അറിയാം. അപ്പോൾ നമുക്ക് ആദ്യം വേൾഡ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിവിടെ വേൾഡൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കാദ്യം കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ വില്ലേജാണ് ഞാൻ ഇപ്പോൾ നോക്കണേ. ഇതേ മുന്നിൽ തന്നെ ഉണ്ടല്ലോ വില്ലേജ്. എന്ത് ഭാഗ്യം എനിക്ക്, വില്ലേജ് മുന്നിൽ തന്നെ നിൽക്കണ്ടായി. എൻ്റെ ഭാഗ്യം. അപ്പോൾ ആദ്യം നമുക്ക് വുഡ് കിട്ടിയിട്ടുണ്ട്, പിന്നെ കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള വീടുകളൊക്കെ കൂടി ഒന്ന് അടിച്ചു തുറക്കാം. അവിടുന്ന് നമുക്ക് വല്ല ലൂട്ടും കിട്ടിയാലോ. ഇതെന്തിട്ടാ? ഇത് ഫർണേസ് അല്ലേ, ഇതിലൊന്നും ഒന്നും ഉണ്ടാവില്ല. തുറക്കണ്ടല്ലോ ഇത്, ഞാൻ പൊട്ടിച്ചളയും. തുറന്നു. ഇവിടെ വേറെ വീടൊന്നുമില്ലേ? ബാക്കിയുള്ള വീടൊക്കെ മുകളിലല്ലേ, മുകളിലൊക്കെ ഒന്ന് പോയി നോക്കാം. ഇവിടെ എന്താ 2 ഡോറ്? ഇവിടെ കയറാൻ പറ്റണല്ലോ. കയറി. ഇവിടെ നല്ല ബെഡ് ഉണ്ട്, നമുക്ക് ആ ബെഡ് എടുത്തേക്കാം. ഞാൻ പിന്നെ അത്യാവശ്യം ഒരു ക്ലച്ചൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ അത്ര ന്യൂബൊന്നുമല്ല. ഇവിടെയൊക്കെ നല്ല ലൂട്ടുണ്ടല്ലോ. ഇത് ബണ്ടിലല്ലേ, ഇതിൽ നമുക്ക് സാധനങ്ങളൊക്കെ ശേഖരിച്ച് വെക്കാന്ന് തോന്നുന്നു. എന്തായാലും ഈ വില്ലേജൊക്കെ നമുക്കൊന്ന് മുഴുവൻ ലൂട്ടൊക്കെ ചെയ്തേക്കാം. അതെ, അടുത്ത ബണ്ടിൽ. ഇവിടെ ബണ്ടിൽ മാത്രമേ ഉള്ളൂ. കഴിക്കാൻ കുറേ ബ്രെഡൊക്കെ കിട്ടി. എന്തായാലും അത് നന്നായി. ഇവിടെ ഞാൻ കയറിയതാണ്. ഇനി ഇവിടെ ഞാൻ കയറാൻ വല്ല വീടും ബാക്കിയുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നില്ല. ഇവിടൊക്കെ ഞാൻ കയറിയില്ല. ഇവിടെ 2ാമത്തെ നിലയുണ്ടല്ലോ. ഇവിടെ ഒരു ബണ്ടിൽ, എല്ലായിടത്തും ബണ്ടിൽ തന്നെയാണല്ലോ. എന്തായാലും അത് നന്നായി, നമുക്ക് കൂടുതൽ സാധനങ്ങൾ വയ്ക്കാനായിട്ട് സ്പേസ് കിട്ടിയല്ലോ. ഈ ബണ്ടിൽ എന്ന് വെച്ചാൽ നമുക്കതിൽ കുറേ സാധനങ്ങൾ വയ്ക്കാനായിട്ട് എക്സ്ട്രാ സ്പേസ് കിട്ടും. ഒരു ബണ്ടിൽ ഒരു 5-6 സാധനങ്ങളൊക്കെ വയ്ക്കാമെന്ന് തോന്നും. നമുക്കിനി വേറെ വീടുകളും ഉണ്ടോ നോക്കാം. ഇവനെന്തിട്ടാ ട്രേഡ് ചെയ്യുക? 17 എമറൽഡിനൊരു സോഡ. അയ്യോ, എൻ്റെ കയ്യിൽ ഇത്രയൊന്നും ഇല്ല. അത് നമുക്ക് പോയേക്കാം. ഇവരൊക്കെ തട്ടിപ്പാട്ടാ. എല്ലാവരും എന്തോരം എമറൽസിന് പകരം തരണേ. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരെണ്ണമില്ല. നീ എന്തിട്ടാണ് തരണേ? നീയോ അത് തന്നെയല്ലേ. ഇവരൊക്കെ പിശുക്കന്മാരാ. ആകെ ഒരു നല്ല ട്രേഡുള്ളത് ആ കോളിന് പകരം എമറൽഡാ. അതിനാണെങ്കിൽ എൻ്റെ കയ്യിൽ കോളും ഇല്ല.
ഇപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് ഈ ബെറീസൊക്കെ എടുത്തേക്കാം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഈ വില്ലേജ് മുഴുവൻ ഞാൻ ലൂട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇവിടെ ഞാൻ കയറിയില്ലാന്ന് തോന്നുന്നില്ല. ഇത് ഞാൻ കയറാത്ത സ്ഥലമാണ്. ഇതവിടെ വേറൊരു ഡോറ്. ഇവിടെ ഇതേതാ പന്നിക്കുട്ടികൾ. മാറുടെ മുന്നിൽ എൻ്റെ അടുത്ത് നിന്നേക്കാം. ഇവനും ഭയങ്കര പിശുക്കനാ. ഒരു എമറൽഡിനൊക്കെ ഒരു സൂപ്പ് മാത്രം തരുള്ളൂ. ഇവിടെയൊക്കെ ഞാൻ കയറിയതാണ്. ഇവിടെ ഞാൻ കയറിയിട്ടുണ്ടായില്ല. എനിക്ക് 4 ബണ്ടിൽ കിട്ടിയില്ല. ഇത്രയും ബണ്ടിലുണ്ട് ഞാൻ എന്ത് ചെയ്യാനാവും. എന്തായാലും സ്പേസ് കിട്ടിയില്ല കുറേ, അത് നന്നായി. ഇതൊക്കെ ഞാൻ കയറിയ സ്ഥലമല്ലേ? അതെ. ഈ വുഡൊക്കെ എടുത്തേക്കാം എന്തായാലും. ഇതൊക്കെ ഞാൻ കയറിയ സ്ഥലമാണെന്ന് തോന്നുന്നു. ലാഗ് അടിക്കാനുള്ള. ഇതൊക്കെ ഞാൻ കയറിയ സ്ഥലം. ഇവരൊക്കെ എന്ത് പിശുക്കരാ. എന്ത് തന്നാലും എമറൽസിന് പകരം തരുള്ളൂ. അതും ഭയങ്കര വില. നമുക്കപ്പോൾ കുറച്ച് ബേസിക് ടൂൾസൊക്കെ ഉണ്ടാക്കിയേക്കാം. ആദ്യം നമുക്ക് പിക്കാക്സ് അതൊക്കെ ഉണ്ടാക്കിയേക്കാം. നമുക്ക് പിന്നെ ഇത്തിരി സ്റ്റോണൊക്കെ എടുത്തേക്കാം. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ ടൂൾസ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. കണ്ടോ സ്റ്റോണേജ് എന്ന് പറഞ്ഞു തരണേ. നമ്മുടെ 8 സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും മുകളിലേക്ക് കയറിയേക്കാം. കയറാൻ പറ്റണല്ലോ. നമുക്ക് ഈ ഡർട്ട് എടുത്ത് വയ്ക്കാം. വെറുതെ എന്തിനാണ് നമ്മൾ സ്റ്റോൺ കളയണേ. നമുക്ക് കുറച്ച് സ്റ്റോണിൻ്റെ ടൂൾസൊക്കെ ഉണ്ടാക്കിയേക്കാരെ അപ്ഗ്രേഡ് ചെയ്യാം നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ. അത് നമ്മുടെ പിക്കെക്സൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ആക്സും കൂടി ഉണ്ടാക്കാം. ഈ വില്ലേജിന് എന്തിട്ടാണ് പറഞ്ഞത്? 20 വീറ്റിനൊക്കെ ഒരു എമറൽഡ്. എൻ്റെ കയ്യിൽ ഈ സാധനങ്ങളൊന്നുമില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ ഭയങ്കര പണക്കാരനായിട്ട് വരും. എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഒക്കെ സാധനങ്ങൾ കാണാം. ഇപ്പോൾ ഹങ്കർ ബാർ നമ്മുടെ കുറവാണ്. അപ്പോൾ നമുക്ക് വല്ലതും കഴിച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ ഹങ്കർ ബാർ ഫുള്ളായി. കണ്ടോ, നമുക്ക് സ്പീഡിലൊക്കെ ഓടാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഹങ്കർ ബാർ കുറയും തോറും നമ്മളെ സ്പീഡും കുറയും. ഇപ്പോൾ ആ വില്ലേജൊക്കെ എന്തായാലും നമ്മൾ മുഴുവൻ ലൂട്ടടിച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ വേൾഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. എന്തായാലും ഈ വേൾഡൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. എനിക്ക് മൈൻക്രാഫ്റ്റ് ഭയങ്കര ഇഷ്ടമായി. ഇത് കളിക്കാനും നല്ല രസമാണ്. നമുക്കെന്തായാലും വില്ലേജിൻ്റെ അവിടെ ഒന്ന് പോയിട്ട് വരാം. ഇപ്പോൾ രാത്രിയാവാറായിന്നോണം. ഉറങ്ങിയിട്ട് എണീക്കാം. ഉറങ്ങാൻ പറ്റണല്ലോ. എന്താ രാത്രി ആയില്ലേ? എന്താ ഉറങ്ങി.
അതേ നമ്മളെ നീറ്റു. നമുക്ക് കുറച്ച് ടൂൾസ് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയേക്കാം. പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിരുന്നു ഈ സ്പിയർ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനമുണ്ട്. അത് ഉണ്ടാക്കാൻ എന്തിട്ടാണ് വേണ്ടേ? ഇതിൽ കാണാനല്ലോ അത് എന്താവോ സ്പിയർ ഇതിലില്ലേ? അതെന്താ അത് ഗൈസ്? നിങ്ങളൊന്ന് കമൻറ്റിൽ പറഞ്ഞു തരണം കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകാമല്ലോ. ഈ വേൾഡൊക്കെ ഒന്ന് നമുക്ക് ചുറ്റി അടിച്ചിട്ട് വരാം. കഴിക്കാനായിട്ട് എന്തായാലും ഈ ബെറീസൊക്കെ എടുക്കാം. നമുക്ക് ആവശ്യം വരും എന്തായാലും. ഇവിടെ കുറേ ബെറീസ് ഉണ്ടല്ലോ. കഴിക്കാനപ്പോൾ എന്തായാലും കുറേ സാധനങ്ങളായി. പിന്നെ എൻ്റെ കയ്യിലാണെങ്കിൽ ബ്രെഡും ഇരിക്കുന്നുണ്ട് കുറേ. ഇതേ നമ്മുടെ ഇൻവെൻട്രി നോക്കിയേ 62 ബെറീസായി. 2 എണ്ണം കൂടി കിട്ടിയ ഒരു സ്റ്റാക്ക് ബെറീസായി. ഇവിടെ ഇല്ലയെന്ന് തോന്നുന്നു വേറെ. അതെ അവിടെ ഉണ്ടല്ലോ. നമുക്ക് എന്തായാലും ഈ വേൾഡൊക്കെ ഒന്ന് ചുറ്റിയടിച്ചിട്ട് വരാം. ഇതേ നമ്മൾ സ്റ്റോണിൻ്റെ എന്തോ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇതെന്ത് ഏരിയ ആവും എനിക്കറിയില്ലല്ലോ. ഇതേ അവിടെ ഇട്ട് സ്നോവിൻ്റെ ഏരിയ. എന്തായാലും ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകണ്ട. അവിടെ വല്ല മോബ്സ് വല്ലതും ഉണ്ടെങ്കിലോ. അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അവിടെയൊക്കെ ഡിസ്കവർ ചെയ്യാം. എന്തോ ഗ്രാവൽ എന്ന് പറഞ്ഞ എന്തോ ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി അൺലോക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഇതേ കണ്ടോ ഗ്രാവൽ. ഇതിൽ നിന്ന് മറ്റേ ഫ്ലിൻറ്റ് കിട്ടും. കണ്ട ഈ ഗ്രാവലിൽ നിന്ന് മുഴുവൻ നമുക്ക് ഫ്ലിൻറ്റ് കിട്ടും. ഈ ഗ്രാവലിൽ നിന്ന് മുഴുവൻ നമുക്ക് ഫ്ലിൻറ്റ് എടുക്കാൻ നോക്കേ. ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ, വേറെ കിട്ടിയിട്ടില്ലല്ലോ. നമുക്ക് വേറെ പൊട്ടിച്ച് നോക്കാം എന്തായാലും. ഇത് ഒക്കെ ഗ്രാവലാണല്ലോ. അതേ ഒരു ഫ്ലിൻറ്റ്. അപ്പോൾ ഈ വീഡിയോയിൽ എന്തായാലും ഇത്രയും മതി എന്ന് വിചാരിക്കണം ഞാൻ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ എവരിബഡി. ബൈ ബൈ. എന്തായാലും ഈ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഗുഹയിൽ നിന്നൊക്കെ പുറത്തിറങ്ങി. അപ്പോൾ ശരി, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.